നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 10ാം ക്ലാസ് പോലും പാസ്സാക്കാത്തയാൾ സംസ്ഥാന സർക്കാരിന് നയതന്ത്ര പ്രതിനിധി. കേന്ദ്ര സർക്കാരോ വിദേശകാര്യ മന്ത്രാലയമോ പോലും അറിയാതെ സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് അവരുമായി ഭക്ഷ്യക്കിറ്റ് ബന്ധം. കിറ്റ് കിട്ടിയോ ഇല്ലയോ എന്നുറപ്പാക്കാനും കിറ്റിൻ്റെ കാശ് കിട്ടാനും ഫോൺ വിളി. വർക്ക്ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചാലും പോകുന്ന സ്പീക്കർ. തോളിൽ തട്ടി കുശലം പങ്കിടുന്ന അത്രയും സൗഹൃദം. പി ശ്രീരാമകൃഷ്ണൻ പോകാൻ പാടില്ലായിരുന്നുവെന്ന് മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടി. ജാഗ്രത വേണ്ടിയിരുന്നത് ഇവർക്ക്, ഉദ്യോഗസ്ഥർക്കല്ല. ഉദ്യോഗസ്ഥർ ജാഗ്രത വിട്ട് പെരുമാറുന്നുവോ എന്ന് പരിശോധിക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ. ആ പട്ടികയിൽ പ്രധാനികൾ, സ്പീക്കറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പെരുമാറ്റച്ചട്ടം നടപ്പാക്കാൻ തിടുക്കം കൂട്ടുമ്പോൾ ആ പരിധിക്ക് പുറത്താകരുത് ഇവരും. പെരുമാറ്റച്ചട്ടം സ്റ്റാഫിന് മാത്രം മതിയോ? BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ പന്തളം സുധാകരൻ, CPM-ൽ നിന്ന് ഡോക്ടർ ഷിജു ഖാൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ KM ഷാജഹാൻ എന്നിവർ ഈ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം ശ്രീ പന്തളം സുധാകരനിലേക്ക് പോവുകയാണ്. ശ്രീ പന്തളം സുധാകരൻ, ഇന്ന് മന്ത്രി KT ജലീലിനെതിരെ UDF പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ജലീൽ നടത്തിയത് ഫെറ നിയമത്തിൻ്റെ ലംഘനമാണ് എന്നാണ് UDF പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത്. ഫെറ നിയമം ചട്ടം 3 അനുസരിച്ച് നിയമസഭയിലെ ഒരംഗം വിദേശ സഹായം കൈപ്പറ്റുന്നത് ശരിയല്ല. കോൺസുൽ ജനറലുമായി നേരിട്ട് ഇടപാടുകൾ നടത്തിയതും ചട്ടലംഘനമാണ്. ഈ നടപടികളെല്ലാം പ്രോട്ടോകോൾ ഹാൻഡ്ബുക്കിലെ 18-ാം അധ്യായത്തിന് വിരുദ്ധമാണ്. ഫെറ നിയമം 35-ാം വകുപ്പിൻ്റെ ലംഘനമാണ്. 5 വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രി KT ജലീലിനെതിരെ UDF ഇന്ന് പരാതി നൽകിയിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരെ UDF ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്? ശ്രീ പന്തളം സുധാകരന് ആ ചോദ്യം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിലേക്ക് വരാം. ഡോക്ടർ ഷിജു ഖാനിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഷിജു ഖാൻ, പേഴ്സണൽ സ്റ്റാഫിന് പെരുമാറ്റച്ചട്ടം നടപ്പാക്കാൻ പോവുകയാണ്. ആ രീതിയിലുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ ചോദ്യം, പേഴ്സണൽ സ്റ്റാഫിന് മാത്രം മതിയോ ഈ പെരുമാറ്റച്ചട്ടം നടപ്പാക്കൽ? മന്ത്രിമാർ ആരൊക്കെയായി ബന്ധപ്പെടണം? അത് ഏതൊക്കെ ഘട്ടങ്ങളിൽ വേണം? ഏതെല്ലാം സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ആർക്കൊക്കെ പോകാം? ഇത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന പൊതുവായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം. അപ്പോൾ നിയമസഭയിലെ സ്പീക്കർ അടക്കമുള്ള എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഒരു പെരുമാറ്റച്ചട്ടത്തിൻ്റെ ആവശ്യകതയുണ്ട് എന്ന തോന്നൽ ഉണ്ടോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട സ്പീക്കർ ഒരു സുബീഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഷിജു ഖാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട സ്പീക്കർ ഒരു ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്ത കാര്യമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അക്കാര്യത്തിൽ അദ്ദേഹവും ബന്ധപ്പെട്ട ആളുകളുമൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞു. ജനപ്രതിനിധികൾ ഇപ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങളുടെയോ ഒക്കെ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ ജീവിതം കൊണ്ടും ദീർഘകാലത്തെ വിദ്യാർത്ഥി യുവജന പ്രവർത്തനങ്ങൾ കൊണ്ടും കേരളീയ സമൂഹത്തിന് പരിചിതനായ ഒരാളാണ്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു കളങ്കിതനായ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞുകൊണ്ടോ ഒന്നും ഇത്തരം കാര്യങ്ങളിൽ ബോധപൂർവം പങ്കെടുക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ അന്ന് വിവാദങ്ങളോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഈ പ്രസ്തുത പ്രതികളെ സംബന്ധിച്ച് ഉയർന്നു വന്നിരുന്നില്ല. ഒരു പൊതു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം അതിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത്. അതിനപ്പുറമുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ദുരുദ്ദേശത്തോടു കൂടിയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വളരെയധികം ജനപ്രിയനായ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നല്ല
അംഗീകാരം നേടിയ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ശ്രീരാമകൃഷ്ണൻ. ഡോക്ടർ ഷിജു ഖാൻ, അങ്ങനെ പോകുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ ശ്രീരാമകൃഷ്ണന്റെ മണ്ഡലം പൊന്നാനിയാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ വീടിനടുത്താണ്. ഞാൻ വന്നേരി നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. വന്നേരിക്കടുത്താണ് പൊന്നാനി. അവിടെ ശ്രീരാമകൃഷ്ണനെ സംബന്ധിച്ച് നാട്ടുകാരനായ വ്യക്തിയാണ്. ഇതുപോലെ ഏതൊക്കെ കടകളുടെ ഉദ്ഘാടനത്തിന് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പൊന്നുമില്ല. അദ്ദേഹം അടുപ്പമുള്ളവർ വിളിച്ചാൽ പോകുന്നയാളാണ്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ പൊന്നാനിയെ സംബന്ധിച്ച് അദ്ദേഹം നാട്ടുകാരനാണ്. പക്ഷെ തലസ്ഥാന നഗരത്തിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രതക്കുറവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അത് CPI തന്നെ പറയുകയുണ്ടായി. എങ്കിൽ തന്നെ തുടർന്ന് അങ്ങോട്ടെങ്കിലും ഈ ജാഗ്രതക്കുറവ് പരിഹരിച്ചു വേണ്ടേ മുന്നോട്ട് പോകാൻ? ഏതൊക്കെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകാം, ആര് വിളിച്ചാലും പോകാം എന്നുള്ള മട്ട് മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടവരുടെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നേരത്തെ നൽകിയെന്നും പറയുന്നു. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്താണ് നമ്മൾ ഈ ഒരു വാദം മുന്നോട്ട് വെക്കുന്നതും പരിശോധിക്കുന്നത്. അല്ല, അങ്ങനെ നേരത്തെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. അത് താങ്കൾ കഴിഞ്ഞ ദിവസവും സൂചിപ്പിക്കുകയുണ്ടായി. അപ്രകാരം ഏതെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടോ മറ്റോ വന്നിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ ഒരിക്കലും സ്പീക്കർ ആ ചടങ്ങിൽ പങ്കെടുക്കുകയില്ല, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ആ ചടങ്ങിൽ പങ്കെടുക്കുകയില്ല. അവരെ സംബന്ധിച്ച് ഒരു ചടങ്ങിലേക്ക് വിളിക്കുന്നു, അവർ പങ്കെടുക്കുന്നു. അതിനപ്പുറം അതിൽ പങ്കെടുത്തവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിനു മുമ്പ്, ഈ ചടങ്ങിന് മുമ്പ് ഏതെങ്കിലും പിന്നീട് മോശം സംഭവങ്ങളുടെ ഭാഗമായിരുന്നു ഇവർ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പങ്കെടുക്കുകയില്ലല്ലോ. പിന്നെ പൊതുപ്രവർത്തകരെന്ന നിലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും, ഞാൻ അദ്ദേഹം മാത്രമല്ല, നമ്മളെല്ലാവരും സ്വാഭാവികമായും തുടർന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കുമല്ലോ. യെസ്, അത് ശ്രീരാമകൃഷ്ണന്റെ വിഷയമാണ്. ഇനി മന്ത്രി KT ജലീലിന്റെ വിഷയത്തിലേക്ക് വന്നാൽ, ഈ UDF പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയ കാര്യം കൂടി പരിശോധിക്കുമ്പോൾ മന്ത്രി KT ജലീൽ അപ്രകാരം ഒരു ചട്ടലംഘനം നടത്തിയിട്ടുണ്ടോ? ശ്രീ ബെന്നി ബെഹനാന് മന്ത്രി KT ജലീൽ തന്നെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടോകോൾ വയലേറ്റ് ചെയ്തു, അതല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും നിയമം ലംഘിച്ചുകൊണ്ടോ മറ്റ് സാമ്പത്തിക വിനിമയത്തിന്റെ ഭാഗമായിട്ട് മന്ത്രിയും കോൺസുലേറ്റ് പിന്നെ ജനറലും ഒക്കെ അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അത്തരം ഒരു വിനിമയം നടത്തിയിട്ട് ഒന്നുമില്ല. അപ്രകാരമുള്ള ആരോപണവും ഉയർന്നു വന്നിട്ടില്ല. ഒരു സക്കാത്ത് എന്ന് പറയുന്ന വിശുദ്ധമായ ഒരു ദാനധർമ്മത്തിന്റെ ഭാഗമായി ആ സമയത്ത് റംസാൻ മാസത്തിൽ കുറച്ചാളുകൾക്ക് പിന്നെ കോൺസുലേറ്റ് കൊടുക്കുന്ന ഒരു സക്കാത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് താങ്കൾക്ക് തന്നെ അറിയാം. അതത് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ എംബസികളോ അല്ലെങ്കിൽ ഹൈക്കമ്മീഷനുകളോ കോൺസുലേറ്റുകളോ ഒക്കെ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷങ്ങൾ വരുമ്പോൾ അത് ദീപാവലിക്ക് കൊടുക്കുന്ന മധുരമായാലും ക്രിസ്മസിന് കൊടുക്കുന്ന കേക്കായാലും അതല്ലെങ്കിൽ പുതുവത്സരത്തിന് അതത് രാജ്യങ്ങളിലെ ആളുകളുമായിട്ട് സ്നേഹവും പരസ്പര സഹകരണവും പങ്കുവെക്കുന്നതിന്റെ ഭാഗമായിട്ട് നൽകുന്ന അത്തരം ഊഷ്മളമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ മാത്രമാണ്. അതിനപ്പുറം ഏതെങ്കിലും വിദേശ നാണയ നിയമം ലംഘിക്കുകയോ പണം പിന്നെ വാങ്ങുകയോ അപ്രകാരമുള്ള കാര്യങ്ങളിലൊന്നും ബഹുമാനപ്പെട്ട KT ജലീൽ അതായത് ഈ രണ്ട് വിഷയങ്ങളിലും പരാമർശിക്കപ്പെട്ട രണ്ട് വ്യക്തികൾക്കും ജാഗ്രത കുറവോ പിഴവോ സംഭവിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ ഷിജു ഖാൻ ആമുഖമായി സൂചിപ്പിക്കുന്നത്. അങ്ങനെ വേണോ ഈ വിഷയത്തെ സുബീഷ്, ഞാൻ പറഞ്ഞില്ലേ, ഈ ആദ്യത്തെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു പൊതുവായി നമ്മളെല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ, ഇപ്പൊ സുബീഷ് ഒരു മാധ്യമ പ്രവർത്തകനാണ്, അങ്ങയെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു, അങ്ങ് ഒരു സാംസ്കാരിക രംഗത്തൂടെ അങ്ങ് ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പങ്കെടുത്തയാള് പിൽക്കാലത്ത് ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയാവുകയോ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ താങ്കൾ അതിന്റെ ഒരു പിന്നെ കൂട്ടുനിന്ന ആളാണെന്നൊന്നും നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ലല്ലോ. അതൊക്കെ യാദൃച്ഛികമായിട്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നീട് നമ്മൾ സ്വാഭാവികമായും ജാഗ്രത പാലിക്കും. അതെല്ലാവരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. അപ്രകാരമുള്ള യാദൃച്ഛികത മാത്രമാണ് ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് KT ജലീലിന്റെ കാര്യത്തിലും ഒരു ദുരാരോപണവും ദുഷ്ടലക്ഷ്യത്തോടും കൂടിയുള്ള വിമർശനങ്ങളാണ് ശരിയല്ലാത്തത്. ക്രിസ്മസിനും ദീപാവലിക്കും ന്യൂ ഇയറിനും ഒക്കെ പരസ്പരമുള്ള സ്നേഹവും അത്തരം ബന്ധങ്ങളും പങ്കുവെക്കുന്ന അത് എല്ലാ നയതന്ത്ര പിന്നെ സ്ഥാപനങ്ങളും അത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പിന്നെ ജനൻ TVയിൽ തന്നെ ഒരു ചർച്ചയ്ക്ക് ഞാൻ വന്നിട്ടുള്ളത് ഓർമ്മിക്കുന്നു. അന്ന് പിന്നെ എനിക്ക് തോന്നുന്നത് പുതുവത്സരവുമായി ബന്ധപ്പെട്ടൊരു സമ്മാനം കൊടുത്ത ഒരു സംഭവത്തെ മുൻനിർത്തിയാണ്.
അപ്പോൾ അതിൽ ഞാൻ അങ്ങനെയാണ് അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ശ്രീ കെ എം ഷാജഹാൻ, ഈ രണ്ട് വിഷയങ്ങളിലും ചില ജാഗ്രതക്കുറവുകൾ, നോട്ടപ്പിശകുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഈ സ്പീക്കറുടെ കാര്യത്തിൽ വളരെ യാദൃശ്ചികമായ ഒന്ന് മാത്രമാണ്, ആർക്കും സംഭവിക്കാവുന്ന ഒന്നാണ് എന്നാണ് ഡോക്ടർ ഷിജു ഖാൻ ആമുഖമായി പറയുന്നത്. അങ്ങനെ തന്നെ വേണമോ, അത്രയും ലാഘവത്തോടെ തന്നെ വേണമോ ഈ വിഷയത്തെ പരിശോധിക്കാൻ? അതോ ഈ പേഴ്സണൽ സ്റ്റാഫിന് ഏർപ്പെടുത്തുന്ന പെരുമാറ്റച്ചട്ടം പോലെ അതിന് സമാനമായ ഒന്ന് എല്ലാ ജനപ്രതിനിധികൾക്കും വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കേണ്ടതുണ്ടോ? എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, വലിയ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു ഡോക്ടർ ഷിജു ഖാൻ്റെ സംസാരം എന്ന് ഞാൻ ആദ്യമേ ഒന്ന് പറയട്ടെ. CPM-ൽ നിന്ന് ഇപ്പോൾ മറ്റ് ചാനലുകളിലൊക്കെ പോയി ചർച്ച ചെയ്യുന്ന ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ ഉപയോഗിക്കുന്ന ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷ ഷിജു ഖാൻ ഉപയോഗിച്ചിട്ടില്ല. വളരെ മാന്യമായിട്ടുള്ള ഭാഷയിലാണ് ഷിജു ഖാൻ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു എന്ന് ആദ്യം സൂചിപ്പിക്കുന്നതിന് എനിക്ക് മടിയില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അത് പറഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ വയ്യ. ഷിജു ഖാൻ ഈ രണ്ടുപേരുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്ന് പറയുന്നത് വളരെ വളരെ ലളിതമായി അതിനെ വളരെ ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ ഷിജു ഖാൻ പറഞ്ഞു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ ഷിജു ഖാൻ്റെ ഉത്തരവാദിത്വമാണ്, അതായത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അത് വളരെ ലളിതവൽക്കരിച്ചാണ് ആ കാര്യത്തെ കണ്ടത് എന്ന് പറയേണ്ടി വരും. കാരണം ഷിജു ഖാൻ പിന്നെ ശ്രീരാമകൃഷ്ണനെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങളെന്ന് പറയുന്നത് വളരെ ജനപ്രിയനായിട്ടുള്ളൊരു നേതാവാണ്. പിന്നെ ആ നേതാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം സുപരിചിതനാണ്. അദ്ദേഹം പ്രത്യേക എന്തെങ്കിലും താല്പര്യം കൊണ്ട് അവിടെ പോകും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ലല്ലോ എന്നൊക്കെയാണ് ഷിജു ഖാൻ പറഞ്ഞത്. അത് പറയുമ്പോൾ 2016 മുമ്പ് നടന്ന ഒരു സംഭവത്തിലേക്ക് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം അന്നൊരു ജനപ്രിയ നേതാവ് ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ജനം വളരെ വളരെ ജനപ്രിയനുമായിരുന്നു. അദ്ദേഹത്തിനെക്കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പും ബഹുമാനവും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നല്ല പുറകിൽ നിന്ന് ഒരു വനിത ചെവിയിൽ വന്ന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനപ്രിയ നേതാവിനെ അധികാരത്തിൽ നിന്ന് നിഷ്കരുണം നിർദ്ദയം ഇറക്കി വിട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഷിജു ഖാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഷിജു ഖാൻ ഓർക്കുന്നത് നന്നായിരിക്കും. ചെറുപ്പക്കാരനായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് മാത്രമേ ഉള്ളൂ, വേറെ തെറ്റിദ്ധരിക്കേണ്ട. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീരാമകൃഷ്ണൻ്റെ ജനപ്രീതിയും ശ്രീരാമകൃഷ്ണൻ പരിചിതനാണ്, ശ്രീരാമകൃഷ്ണൻ്റെ മുൻകാല ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ശ്രീരാമകൃഷ്ണൻ എൻ്റെ അറിവിൽ, എനിക്കറിയില്ല, എൻ്റെ അറിവിൽ ഈ തിരുവനന്തപുരത്തൊന്നും വേറെ ഒരു പരിപാടിക്കും ഇതുപോലെ ഉദ്ഘാടനം ചെയ്യാൻ പോയതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവും, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പൊന്നാനിയിലൊക്കെ അദ്ദേഹം നിരന്തരം പരിപാടികൾക്ക് പോകുമായിരുന്നു, കട ഉദ്ഘാടനത്തിന് പോകുമായിരുന്നു എന്നും അദ്ദേഹം പോകുന്ന കട ഉദ്ഘാടനം അദ്ദേഹം ചെന്നാൽ കട പച്ച പിടിക്കും എന്ന് അവിടെ വലിയ ധാരണയായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഒരു പത്രക്കാരോട് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനെയുള്ള ശ്രീരാമകൃഷ്ണൻ നിയമസഭാ സമ്മേളനത്തിന് ഇടയ്ക്ക് പോയി എന്നാണ് ശ്രീ സി ദിവാരൻ പറഞ്ഞത്. പക്ഷേ അതല്ല, അതിന് ശേഷമാണ് പോയത് എന്ന് അദ്ദേഹം ദൃശ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹം 15 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ഒരു കാർബൺ ഡോക്ടർ എന്നും പറഞ്ഞിട്ടൊരു പ്രാദേശിക സ്ഥാപനം, നെടുമങ്ങാട്ടിൽ ഉള്ള MLA ആയിട്ടുള്ള സീനിയർ MLA ആയിട്ടുള്ള സി ദിവാകരന് പോലും ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, ഒന്നും അറിയില്ല സി ദിവാകരൻ. അത് ദിവാകരൻ വന്ന് പരസ്യമായി പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സാധാരണ ഒരു പെട്ടിക്കട എന്നൊക്കെയുള്ള നിലയിലുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു, ഞാനതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു സാധാരണ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് സ്പീക്കർ എന്ന് പറയുന്ന മന്ത്രിമാരെക്കാളൊക്കെ ഉയർന്ന ഭരണഘടനാ സ്ഥാനമുള്ള സ്പീക്കർ 15 കിലോമീറ്റർ ഇവിടുന്ന് സഞ്ചരിച്ച് അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുന്നതും ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അവിടെ ഈ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ സ്ത്രീ അവിടെ വരുന്നു. അവർക്ക് അദ്ദേഹത്തിൻ്റെ മേലുള്ള സ്വാധീനം ഞാനിപ്പോഴും വന്ന് ഓർക്കുന്നു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി അവിടെ ഇരുത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം സ്നേഹം പ്രകടിപ്പിക്കാൻ, അത് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അവരുടെ തോളത്ത് തട്ടി ആ സ്നേഹമൊക്കെ ഒന്ന് പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ആ ശരീരഭാഷയും ആ ഇടപെടലും അവർ തമ്മിലുള്ള ആ അടുപ്പവും ഇതെല്ലാം നമ്മൾ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ ജനങ്ങൾ കണ്ടതിൽ നിന്ന് അവർക്ക് അതിനകത്ത് ഒരു സംശയം ഉണ്ടായി എന്നുള്ളത് അതൊരു വസ്തുതയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോൾ CPIയുടെ കാര്യം ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ ഷിജു ഖാൻ. പക്ഷേ അവിടുത്തെ സീനിയറായിട്ടൊരു MLA ഉണ്ട്, സി ദിവാകരൻ.
സ്വാഭാവികമായി അദ്ദേഹത്തിനോടൊരു വാക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. അദ്ദേഹം അത് ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു, അദ്ദേഹം അതിന് പോകാൻ തയ്യാറായില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ വളരെ നല്ല ഭാഷയിൽ വളരെ മാന്യമായിട്ടാണ് പറഞ്ഞതെങ്കിലും അതത്ര ലളിതവൽക്കരിച്ച് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ തന്നെയാണ് കെ ടി ജലീലിൻ്റെ കാര്യം. കെ ടി ജലീലിൻ്റെ തുറന്നകത്ത് ഞാനും വായിച്ചു. സക്കാത്തുമായിട്ട് അതിനെ ബന്ധിപ്പിച്ച് അതിനെ ഒരു മതവികാരത്തെ മായി ബന്ധപ്പെടുത്തി അതിനെ വൈകാരികമായി കാണാനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിന്നെ ഷിജു ഖാൻ ഇവിടെ കേക്കും ഇവിടെ വേറെ എന്തൊക്കെയോ ആയിട്ടൊക്കെ ഇതിനെ താരതമ്യം ചെയ്യുന്നത് കണ്ടു. ഷിജു ഖാൻ ഞാൻ പറയുന്നു അതത്ര ലളിതമല്ല. അത് സക്കാത്ത് എന്നുള്ള നിലയിലല്ല അവിടെ വിതരണം ചെയ്തത്. അത് UAE എയ്ഡ് എന്ന് പറഞ്ഞ് ഒരു വലിയ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടിട്ടാണ് അതവിടെ വിതരണം ചെയ്തത്. UAE എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കൊടിയടയാളത്തിൻ്റെ അടിയിലാണ് പിന്നെ അത് UAE എയ്ഡ് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തത്. അത് ചെറിയൊരു കാര്യമല്ല. ഇപ്പോൾ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയട്ടെ. കുറച്ച് നാൾ മുമ്പ് ഒരു 10 ടൺ ഈന്തപ്പഴം UAEയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് UAE കോൺസൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ആദ്യം അത് അഗതികളായിട്ടുള്ള കുട്ടികൾക്ക് വിതരണം ചെയ്തത്. അതൊന്നും വിവാദം വന്നില്ല. പക്ഷേ ഇത് UAE എയ്ഡ് എന്ന് പറയുന്ന വലിയൊരു കവറിന് പുറത്ത് ഒരു കവറിലിട്ടുകൊണ്ടാണ് ഇത് അവിടെ പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് എടപ്പാളിൽ വെച്ചിട്ട് തൻ്റെ മണ്ഡലത്തിൽ കെ ടി ജലീൽ ഇത് വിതരണം ചെയ്യുന്നതായിട്ട് നമ്മളിത് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ശ്രീരാമകൃഷ്ണൻ്റെ കാര്യമായാലും ജലീലിൻ്റെ കാര്യമായാലും അത് വളരെ ലളിതമാണെന്നൊക്കെ പറഞ്ഞു വെക്കാൻ ഷിജു ഖാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതത്ര ലളിതമായ കാര്യമല്ല എന്നൊരു തോന്നലാണ് ഉണ്ടാവുക എന്നാണ് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം ലളിതവൽക്കരിക്കേണ്ട വിഷയമായിരുന്നു ഇവ രണ്ടും. അതിനപ്പുറത്തുള്ള ഗൗരവവും പ്രാധാന്യവും ഇതിനുണ്ടോ എന്നത് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. ഒപ്പം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനിലേക്കും ശ്രീ പന്തളം സുധാകരനിലേക്കും പോകാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ സ്റ്റാഫിന് മാത്രം മതിയോ പെരുമാറ്റച്ചട്ടം എന്നതാണ് നാം ഉയർത്തുന്ന ചോദ്യം. അതിൻ്റെ പശ്ചാത്തലം ഈ മന്ത്രി കെ ടി ജലീലിൻ്റെയും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ്റെയും ഭാഗത്തു നിന്നെല്ലാം ചില ജാഗ്രത കുറവുകൾ സംഭവിച്ചു എന്ന ആരോപണം പൊതുവായി ഉയർന്ന ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ചോദ്യം കൂടി ഉയർത്തപ്പെടുന്നത്. എന്നാൽ ഈ രണ്ട് വിഷയങ്ങളിലും ഈ രണ്ട് വ്യക്തികളുടെ കാര്യത്തിലും ഇപ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എനിക്ക് വ്യക്തിപരമായി അറിയാം. തൃശ്ശൂരിൽ പല ചടങ്ങുകളിലും പങ്കെടുക്കുന്ന ആൾ ആണ്. ആ ചടങ്ങിൽ പലരും പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. അവരുടെ ഒരു ഭൂതകാലം എന്താണ്, അവർ ഭാവിയിൽ പ്രതികളാകാൻ പോകുന്നവരാണോ എന്നൊന്നും നോക്കിയല്ല ബി ഗോപാലകൃഷ്ണൻ അവിടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. പി ശ്രീരാമകൃഷ്ണൻ്റെ കാര്യത്തിലും ഒരു അടുപ്പത്തിൻ്റെ പേരിൽ അവിടെ പോകുന്നു, ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഒരു വർക്ക്ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്, അവിടെ പങ്കെടുക്കുന്നു, പോരുന്നു. അവർ പിന്നീടാണ് പ്രതികളായി തീരുന്നത്. അതൊരു യാദൃശ്ചികത മാത്രമാണ് എന്നാണ് ഷിജു ഖാൻ ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം മന്ത്രി കെ ടി ജലീലിൻ്റെയാണ്. ക്രിസ്മസിന് നമ്മൾ കേക്ക് കൈമാറും, ഓണത്തിന് പഴക്കുലകൾ കൈമാറും, ന്യൂ ഇയർ ആവുമ്പോൾ മറ്റു പല സമ്മാനങ്ങളും കൈമാറും. അത്രയേ ഉള്ളൂ ഇക്കാര്യത്തിലും ഈ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിലും സംഭവിച്ചത്. അതും ലളിതവൽക്കരിക്കേണ്ട ഒന്നാണ്. അത് വിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായ ഒരു ആരോപണത്തിലേക്ക് ആ സംഭവത്തെയും കൂട്ടിയിണക്കേണ്ടതില്ല എന്നാണ് ഡോക്ടർ ഷിജു ഖാൻ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിന് രണ്ടിനെയും ഇപ്രകാരം ലളിതവൽക്കരിച്ചുകൊണ്ട് കണ്ടാൽ മതിയോ എന്നാണ് എൻ്റെ ചോദ്യം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഷിജു ഖാന് ഇതല്ലാതെ എന്തു പറയാനാ? ഷിജു ഖാനെ പോലെയുള്ള DYFI നേതാക്കന്മാർ വല്ലാതെ കഷ്ടത്തിലാണ്. അവർക്കിതിനപ്പുറം ഒന്നും പറയാനില്ല. വാസ്തവത്തിൽ ജാഗ്രതക്കുറവ് ആർക്കാണ് ഉണ്ടായത്? സ്വപ്നം വന്നത് ശിവശങ്കരൻ്റെ ജാഗ്രതക്കുറവ്, ശിവശങ്കരൻ വന്നത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ ജാഗ്രതക്കുറവ്, പിണറായി വിജയൻ വന്നത് കേരളത്തിലെ ജനങ്ങളുടെ ജാഗ്രതക്കുറവ്. വാസ്തവത്തിൽ അവിടേക്കാണ് ജാഗ്രത കേരളത്തിലെ ജനങ്ങൾക്കാണ് വേണ്ടത്. കേരളത്തിലെ ജനങ്ങളുടെ ജാഗ്രത കുറവാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ഞാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയാം. നേരത്തെ ഇവിടെ ഷാജഹാൻ സൂചിപ്പിച്ചു, ആരാണ് ശ്രീരാമകൃഷ്ണൻ? ശ്രീരാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഗവർണർ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗവർണറുടെ തന്നെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാൽ നിയമസഭയുടെ ഏറ്റവും പരമോന്നത അധികാരിയാണ് സ്പീക്കർ. അങ്ങനെയുള്ള സ്പീക്കർ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ സ്പീക്കർ പോകുന്ന പരിപാടി ഏത്, സ്പീക്കർ പങ്കെടുക്കുന്നത് ആരുടെ കൂടെ, സ്പീക്കർ എവിടെയാണ് പോകുന്നത്, എത്ര കിലോമീറ്റർ പോകുന്നു, എങ്ങനെയാണ് പോകുന്നത്, ഇതിനെപ്പറ്റി എല്ലാ വിശദ വിവരങ്ങളും ഇൻ്റലിജൻസ് സ്പീക്കർക്ക് കൈമാറണം. അതാണ് അതിൻ്റെ രീതി. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആ പരിപാടിയെക്കുറിച്ച് നമ്മൾ നേരത്തെ അറിയിക്കും. അതിൽ ആരൊക്കെ, എങ്ങനെയൊക്കെ, ഏതൊക്കെ രീതിയിൽ ഇത് മുഴുവൻ വരും. അപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ
15 കിലോമീറ്റർ നിയമസഭാ സമ്മേളനത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ അത് ഇന്ന് കഴിഞ്ഞെന്നാണ് അദ്ദേഹം പറയുന്നത്, ദിവാരം പറയുന്നതിനിടയിൽ നിന്നാണ്, എന്തെങ്കിലും ആവട്ടെ, അവിടെ ചെല്ലുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഗസ്റ്റർ ഒന്ന് നോക്കൂ നിങ്ങൾ. അതൊരു നേരത്തെ ഷാജഹാൻ പറഞ്ഞത്, ആ ഗസ്റ്റർ ഒരു സാധാരണ അടുപ്പമല്ല കാണിക്കുന്നത്. സാധാരണ അടുപ്പത്തേക്കാൾ വലിയൊരടുപ്പം സ്വപ്നയുമായിട്ടുണ്ട് എന്ന ആ ഗസ്റ്റർ കാണിക്കുന്നു. ആ ഗസ്റ്റർ ഒരു സ്പീക്കർക്ക് യോഗ്യമായ ഗസ്റ്റർ ആണോ? ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെയാണോ സ്പീക്കർ പെരുമാറേണ്ടത്? അതറിയാതെ ഉള്ളിൽ നിന്ന് വന്ന വികാരപ്രകടനമാണ്. അതുകൊണ്ട് സ്പീക്കർ അവിടെ ചെന്നത് ഒരു സാധാരണ പെട്ടിക്കട ഉദ്ഘാടനം ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, സ്പീക്കറും സ്വപ്നയും തമ്മിലുള്ള ബന്ധം, സ്പീക്കറും സന്ദീപും തമ്മിലുള്ള ബന്ധം, ഇവരൊക്കെ തമ്മിലുള്ള ഇടനാഴി ബന്ധം അത് വളരെ ശക്തമാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ ഒരു ആരോപണം വന്നല്ലോ, കൊച്ചിയിലെ അങ്കമാലിക്കടുത്തുള്ള ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ട്. ആ ആരോപണത്തിൽ സ്പീക്കർ മറുപടിയൊന്നും പറഞ്ഞില്ല, വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസ് ആർക്കും വേണേൽ അയക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് കിട്ടിയ ഒരു വിവരമാണ്, ഞാൻ ആ നേരിട്ട് കണ്ടതോ അല്ലെങ്കിൽ നേരിട്ട് ഇതല്ല, പക്ഷേ എനിക്ക് കിട്ടിയ വിവരം ഞാൻ കേട്ടതാണ്. നമ്മൾ ശിവശങ്കരൻ സ്വപ്നയുടെ വീട്ടിൽ പോയിരുന്നു എന്ന് എങ്ങനെയാണ് പൊതുസമൂഹം അറിഞ്ഞത്? അതേതെങ്കിലും എവിഡൻസ് വെച്ച് പിടിച്ചതല്ല. ഏതെങ്കിലും മൂവിങ് ക്യാമറ വെച്ചിട്ട് ശിവശങ്കരനിൽ നിന്നും അത്താഴ പൂജയ്ക്ക് അല്ലെങ്കിൽ രാത്രി പള്ളി ഉറക്കത്തിന് സ്വപ്നയുടെ വീട്ടിൽ പോകുന്നത് വീഡിയോ വെച്ച് പിടിച്ചതാണോ? അല്ല. അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് നാട്ടിലെ ജനങ്ങളോട്, മീഡിയയോട് പറഞ്ഞതാണ്. അങ്ങനെയാണത് വെളിയിലേക്ക് വരുന്നത്. ഏതാണ്ട് സമാനമായ ഒരു സംഭവം അവരുമായി, ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടെ ബന്ധപ്പെട്ട ചിലരുടെ മൊഴികൾ കൃത്യമാണ്. ഞാൻ അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കേരളത്തിലെ സ്പീക്കർ അങ്ങനെ ആവണം, അങ്ങനെ ആയി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആവണമെന്നുള്ള ആഗ്രഹവും എനിക്കില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വപ്നയുമായിട്ടുള്ള അടുപ്പമുണ്ടല്ലോ, ആ അടുപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അടുപ്പമാണ് എന്ന് മാത്രമല്ല, സ്വപ്നയുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം അവിടെ. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഒരു അടുപ്പം ഉണ്ടെങ്കിൽ തന്നെയും, അങ്ങനെ ഒരു അടുപ്പം അത് മോശമാകണമെന്നില്ല, അങ്ങനെ ഒരു സൗഹൃദം ഇവർക്കിടയിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് ഇവർ ഭാവിയിൽ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയായി തീരും എന്നറിഞ്ഞുകൊണ്ടാകണം എന്നില്ല. അവരുടെ ഒരു ഭൂതകാലമോ അവരുടെ ഒരു പശ്ചാത്തലമോ അറിഞ്ഞുകൊണ്ടാകണം എന്നുമില്ല. ഒരു ഉന്നത ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള അടുപ്പമാകാം. അവിടെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത്. ഒന്ന്, ഈ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനം ഈ നാട്ടിൽ ഇല്ലേ? ഇന്റലിജൻസ് പരാജയപ്പെട്ടോ? ആഭ്യന്തര വകുപ്പല്ലേ ഇന്റലിജൻസിന്റെ കീഴിൽ? ഈ സ്ത്രീ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ലേ? ഈ സ്ത്രീ ഇതിനു മുമ്പുള്ള കേസിൽ പ്രതിയല്ലേ? ഇവിടെ വർഷങ്ങളായിട്ട്, ഇപ്പോഴത്തെ കണക്കെത്രയാണെന്നറിയോ, 23 പ്രാവശ്യമാണ് വർഷങ്ങളായിട്ട് ഇത്തരം കള്ളക്കടത്ത് നടത്തുന്നോ. ഇവർ പറഞ്ഞല്ലോ, ഈ ഡിവൈഎഫ്ഐയുടെ ആളുകൾ എല്ലാ സ്ഥലത്തും വന്ന് പറയുന്നുണ്ട്, ഒരു വനിതയുടെ നേതൃത്വത്തിൽ കള്ളക്കടത്ത് നടത്തുന്നതായിട്ട് ഇന്റലിജൻസിന് ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിരുന്നു നേരത്തെ. അപ്പോൾ ഈ വനിത ഏതാണെന്ന് ഇന്റലിജൻസിന് അറിയാലോ, അതുകൊണ്ടാണല്ലോ വനിതയുടെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭാഗം. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ശ്രീരാമകൃഷ്ണൻ അവിടെ പോകുമ്പോൾ MLA വിളിച്ചോ? എന്തുകൊണ്ട് MLA വിളിച്ചില്ല? സാധാരണ സീതിവികാരൻ എന്താ പറഞ്ഞത്? സീതിവികാരൻ പറഞ്ഞ് ഇങ്ങനത്തെ പെട്ടിക്കട ഉദ്ഘാടനം ചെയ്യാനൊന്നും ഞാൻ പോവില്ല എന്നാ. വളരെ പരമപുച്ഛത്തോടു കൂടിയിട്ടാണ് സീതിവികാരൻ പറഞ്ഞത്. അതിൻ്റെ പിന്നിലൊരു കൃത്യമായിട്ടുള്ള ഒളിയമ്പുണ്ട് എന്ന് മാത്രമല്ല, ഒരു സ്ഥലത്ത് വന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുമ്പോൾ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അറിയിക്കണം, അവിടുത്തെ ലോക്കലായിട്ടുള്ള സെക്രട്ടറി അറിയിക്കണം, അവിടുത്തെ MLA അറിയിക്കണം. ലോക്കൽ സെക്രട്ടറി അറിയിക്കാതെ, MLA അറിയിക്കാതെ ഗോപ്യമായി വന്നത് എന്തിന്? അതൊരു ചോദ്യമല്ലേ? ഇന്റലിജൻസ് സംവിധാനം എവിടെ പോയി? അത് കേവലം സൗഹൃദമാണ്, ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല ഈ സ്ത്രീ ഇങ്ങനെയാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇന്റലിജൻസ് പിരിച്ചുവിടാൻ പറയും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നേരത്തെ പറഞ്ഞ KT ജലീലിൻ്റെ ഈ സക്കാത്ത് എന്ന് പറയുന്ന കാര്യം, അങ്ങനെ സക്കാത്ത് കൊടുത്തു, ഒരു കേക്ക് കൊടുത്തു, ഇതൊന്നുമല്ല. ഇത് വളരെ ഗൗരവമായ കാര്യമാണ്. ഒരു മന്ത്രി എന്ത് ചെയ്യണമെന്ന് മന്ത്രിക്കറിയില്ലേ? അതിനൊരു പ്രോട്ടോക്കോൾ ഇല്ലേ? ഇവിടെ സ്പീക്കറുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രോട്ടോക്കോൾ ഇല്ലേ? ആ പ്രോട്ടോക്കോൾ ലംഘനം നടത്തിക്കഴിഞ്ഞാൽ മന്ത്രിയായിട്ടിരിക്കാനുള്ള യോഗ്യതയുണ്ടോ? മന്ത്രിയായിട്ടിരിക്കാനുള്ള യോഗ്യത പ്രോട്ടോക്കോൾ ലംഘനം നടത്തിയ മന്ത്രിക്കില്ല. ഇവിടെ വിദേശ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ വിദേശ മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാൻ അവകാശമില്ല. നിങ്ങൾ അവിടുത്തെ വരികൾ നോക്കുന്നു. ഒരു കോൺസുലേറ്റ്, അത് ആ കോൺസുലേറ്റിൽ നിന്ന് അവിടുത്തെ തന്നെ ഒരു 3ാം റാങ്കിലുള്ള ഒരു മനുഷ്യൻ എൻ്റെ സെക്രട്ടറി പറഞ്ഞിട്ടില്ല,
എൻ്റെ സബോർഡിനേറ്റ് പറഞ്ഞിട്ടില്ല ഞാൻ സ്വപ്നയെ വിടാമെന്ന് പറഞ്ഞ സ്വപ്ന, അതാണ് ആ ഫോണിലെ എക്സൈസ് സ്വപ്ന. അപ്പം ഇത്ര കൃത്യമായിട്ട് സ്വപ്ന എന്ന് പറയുമ്പോഴേക്കും മന്ത്രി കെ ടി ജലീലിന് ഇത്രയേറെ ബന്ധമുണ്ടാവണമെങ്കിൽ, കെ ടി ജലീൽ തന്നെ പറഞ്ഞല്ലോ ഞാനൊരു 50 പ്രാവശ്യത്തിന് മുകളിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കെ ടി ജലീലും ഈ സ്വപ്നയും തമ്മിൽ വലിയ തോതിലുള്ള അടുപ്പമുണ്ട്. ഏത് തരത്തിലുള്ള അടുപ്പമാണെന്ന് നാം നോക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, അത് വിദേശ മന്ത്രാലയത്തിൻ്റെ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട്, ഒരു മന്ത്രി എന്ന നിലയിലുള്ള പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് ലംഘനമാണ് നടന്നിരിക്കുന്നത്. എന്തേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ലംഘനം പരിശോധിക്കാത്തത്? എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പറയുന്നില്ല? വേറൊരു രാജ്യത്തിൻ്റെ ചിഹ്നമുള്ള, വേറൊരു രാജ്യം കൊടുക്കുന്ന ഒരു സാധനം ഈ മന്ത്രി CPM ഓഫീസിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്തെന്ന് ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഈ നാട്ടിൽ ഈ നാട്ടിൽ ചോദിക്കാനും പറയുന്നത് ആരുമില്ല എന്ന് വിചാരിച്ചിട്ടാ? ഇനി നേരത്തെ ഷിജു ഖാൻ എന്താ പറഞ്ഞാൽ, ഞാൻ ഒരു വരി കൂടി പറഞ്ഞ് നിർത്താം. ഷിജു ഖാൻ എന്താ പറഞ്ഞത്? ഷിജു ഖാൻ പറഞ്ഞത് നമ്മളൊക്കെ ഇങ്ങനെ സക്കാത്ത് കൊടുക്കുന്നു, നമ്മളൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഷിജു ഖാനെ, ഈ സക്കാത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സേവന പ്രവർത്തനം നടത്തുന്നതിൻ്റെ പിന്നിലാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ എവിടെ നമ്മുടെ കോഴിക്കോട് നടന്നിരിക്കുന്നത്. കോഴിക്കോട് എരിഞ്ഞക്കൽ ഒരുപക്ഷെ സുബീഷ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എരിഞ്ഞക്കലിൽ ഏതാണ് അവിടുത്തെ ചാരിറ്റി? ഹൃദയ ചാരിറ്റബിൾ സൊസൈറ്റി. ഹൃദയ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാ. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ആയിട്ട് പ്രവർത്തിക്കുന്നതാ. പകലൊക്കെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് വേണ്ടി ഓടുമ്പോൾ രാത്രി സ്മഗ്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ആംബുലൻസ് ഓടിയിട്ടുള്ളത്. ആരാ ഓടിച്ചത്? സംജുവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആള്. സംജുവിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ പേരെന്താ? ഷംസുദ്ദീൻ എന്നാണ്. ആ ഷംസുദ്ദീൻ CPMുമായി വളരെ 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 ബന്ധപ്പെട്ടയാളാണ്. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ സെക്രട്ടറിയാണ് ഷംസുദ്ദീൻ. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹൃദയ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്ന സംഘടന നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാ. അവിടെ കസ്റ്റംസിൻ്റെ റെയ്ഡ് ഷംസുവിൻ്റെ വീട്ടിൽ നടന്നു. അവിടുന്ന് രേഖകൾ പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇത് ബി ഗോപാലകൃഷ്ണൻ പറയുന്നതല്ല, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ദുരൂഹ സാഹചര്യത്തിൽ പല സാധനങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. ഈ ആംബുലൻസ് പൊളിച്ചു, അതിലും ദുരൂഹതയുണ്ട്. ഇതൊക്കെ വന്ന സമയത്ത്, പ്രശ്നം വന്ന സമയത്ത് ഈ ആംബുലൻസ് പൊളിച്ചിരിക്കുകയാണ്. അവിടെ ഏറ്റവും രസകരമായ കാര്യമുണ്ടല്ലോ, തലേ ദിവസം രാത്രിയിൽ ഇവരൊക്കെ കിടന്നുറങ്ങുമ്പോൾ അത്താഴം കഴിക്കാതെ കിടന്നുറങ്ങുന്ന ആളുകളാണ് സുബീഷെ. തലേദിവസം രാത്രിയിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നേരെ പോവുക താജ്മഹൽ വിലക്ക് മേടിക്കാൻ. അതാണ് ഇത്തരത്തിലുള്ള ചില ആളുകൾ അവിടെ കണ്ടൽക്കാടുകൾ വെട്ടി അനധികൃത നിയമനങ്ങൾ അധികൃത കെട്ടിടങ്ങൾ പണിയുന്നു. അതിന് എത്ര കെട്ടിടം വേണമെങ്കിലും നടത്താം. 5 സെന്റ് ഭൂമിയിൽ ഒരു വീട് വെക്കാൻ ഒരു പാവപ്പെട്ടവൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ കണ്ടൽക്കാട് കെട്ടി അനധികൃത കെട്ടിടങ്ങൾ കെട്ടിപ്പൊന്തിക്കുകയാണ് ഇവരൊക്കെ. എവിടുന്നാണ് ഈ സോഴ്സ് അന്വേഷിച്ചപ്പോ പകല് പാലിയേറ്റീവ്, രാത്രി കള്ളക്കടത്ത്. ആരാ? പാവം ആ നായനാര് അദ്ദേഹത്തിന്റെ പേര് പോലും അശുദ്ധമാക്കിക്കൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കള്ളക്കടത്തിന് വേണ്ടിയുള്ള സ്വർണവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഏർപ്പാടുകളുടെ ഒരു നങ്കൂരമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുന്നു, സ്പീക്കറുടെ പ്രവർത്തനം മാറുന്നു, മന്ത്രിയുടെ ഇടപെടലുകൾ മാറുന്നു എന്നതാണ് ഇന്നത്തെ ഈ ആരോപണങ്ങൾക്കെല്ലാം എനിക്ക് ഡോക്ടർ ഷിജു ഖാന്റെ മറുപടി ആവശ്യമാണ്. അതിനു മുമ്പ് ശ്രീ പന്തളം സുധാകരനിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ പന്തളം, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ സംസ്ഥാനത്ത് ഒരു മന്ത്രിക്കെതിരെ UDF ഇന്ന് പ്രധാനമന്ത്രിക്ക് തന്നെ പരാതി നൽകിയിട്ടുള്ളത്? ഇവിടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി മന്ത്രി KT ജലീലിന് നേരിട്ട് ബന്ധമുണ്ട് എന്നാരും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം കേവലം ഒരു ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന് വേണ്ടി മാത്രം UAE കോൺസുൽ ജനറൽ അദ്ദേഹത്തെ വിളിക്കുന്നു, സ്വപ്ന ബന്ധപ്പെടുമെന്ന് പറയുന്നു, പിന്നീട് സ്വപ്ന വിളിക്കുന്നു, ഇതിൻ്റെ പണം അടയ്ക്കുന്നു. അപ്പോൾ ആ രീതിയിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധത്തിനിടയ്ക്ക് സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് എന്ത് കാര്യം എന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഒരു മറുപടി നൽകാൻ നമുക്കാകുന്നില്ല. ഡോക്ടർ ഷിജു ഖാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേവലം സക്കാത്തിൻ്റെ പേരിലുള്ള ഒരു ഭക്ഷ്യക്കിറ്റ് വിതരണം മാത്രമായി ആ വിഷയത്തെ പരിശോധിക്കുമ്പോൾ ഈ നയതന്ത്ര ഇടപാടുകളിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ട ഗുരുതരമായ ഒരു കുറ്റം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണോ UDF പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളത്? മന്ത്രി KT ജലീൽ രാജിവെക്കണം എന്നതാണോ UDF ഉയർത്തുന്ന ആവശ്യം?
യഥാർത്ഥത്തിൽ ഇതിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന ഒരു പേരാണ് ഈ മാസം കർക്കിടകം 1-ാം തീയതി മുതൽ ശ്രീരാമനാമം. ഹൈന്ദവ ഭവനങ്ങളിൽ വളരെ ഭക്തിപൂർവ്വം രാമായണ മാസമായി ആചരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഉരുവിടുന്ന ഒന്നാണ് ശ്രീരാമ എന്നുള്ള പേര് നാമം. പക്ഷേ അതിപ്പോൾ നമ്മൾ ചാനലുകളിൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഉച്ചരിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ് എന്നത് വളരെ ഖേദമുണ്ട്. മറ്റൊന്ന് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന മുഴുവനും എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്നത് കിറ്റും തട്ടുമാണ്. ഒരാൾ കിറ്റ് വാങ്ങി മറ്റൊരാൾ തട്ടി. ഒരു കിറ്റും ഒരു തട്ടും എന്നുള്ള നിലയിൽ, അതല്ലെങ്കിൽ ഇതൊരു സക്കാത്ത് എന്നുള്ള നിലയിൽ ഇതിനെ കാണാൻ പാടില്ല. ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനം എന്നതിനേക്കാൾ അപ്പുറമായി സാമാന്യ മര്യാദകളെയും ലംഘിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ബഹുമാനപ്പെട്ട 2 ചെറുപ്പക്കാരായ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതും യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന 2 ഒരു മന്ത്രിയുടെയും ഒരു സ്പീക്കറുടെയും ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. അല്ല, ശ്രീ പന്തളം സുധാകരൻ, അപ്രകാരം തട്ടിയതിൽ തെറ്റൊന്നുമില്ല. അതിൽ ഒരു മോശം അർത്ഥം നമ്മൾ നൽകേണ്ട കാര്യവുമില്ല. പക്ഷേ ഏത് ചടങ്ങിൽ പങ്കെടുക്കുന്നു, ആ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ആരാണ്, അവരുടെ ഒരു പശ്ചാത്തലം എന്താണ്, കേസ് ഹിസ്റ്ററി എന്താണ്, അതൊക്കെ പരിശോധിക്കാൻ ഒരു ഇൻ്റലിജൻസ് സംവിധാനം സംസ്ഥാനത്തുണ്ട്. അത് സ്പീക്കറും മനസ്സിലാക്കേണ്ടതാണ്. അതനുസരിച്ചുള്ള പ്രവൃത്തിയും ഇടപെടലുമൊക്കെയാണ് സ്പീക്കർ, മന്ത്രി എന്നിവരിൽ നിന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നതും. അല്ല, ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? വെറും ഒരു തട്ടും ഒരു കിറ്റും എന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? ആ തട്ടിൻ്റെയും കിറ്റിൻ്റെയും പിന്നിൽ ദുരൂഹമായ സാഹചര്യമുണ്ട് എന്ന് ജനങ്ങൾ സംശയിക്കുന്നതുകൊണ്ടാണല്ലോ ഇത് ചർച്ച ചെയ്യേണ്ടി വന്നത്. അല്ലാതെ ആർക്കും തട്ടരുതോ, ആർക്കും കിറ്റ് വാങ്ങരുതോ? ഇവിടെ ഷാജഹാൻ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അതല്ല പ്രശ്നം. അതുപോലെ ഒരു മന്ത്രി ഒരു ചടങ്ങിന് പോയതുമല്ല. ഇപ്പോൾ വന്ന് മുൻകാലങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി മന്ത്രിയായി കഴിഞ്ഞാൽ ചില നിബന്ധനകളുണ്ട്, കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഒരു മന്ത്രി ഏതൊക്കെ ചടങ്ങിൽ പങ്കെടുക്കണം, എത്തരത്തിലുള്ള ചടങ്ങിൽ പങ്കെടുക്കണം എന്നൊക്കെയുള്ള ആ സാമാന്യ മര്യാദകളൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏത് പാർട്ടിയായാലും ഏത് മുന്നണിയായാലും ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയല്ലോ യാതൊരു വാല്യൂവും ഇല്ലാത്ത പെട്ടിക്കട എന്ന് നിസ്സാരവൽക്കരിക്കുന്നത് ശരിയല്ല. അതിനേക്കാൾ തറ പരിപാടിക്ക് പോലും ഏറ്റവും കൂടുതൽ അവൈലബിളായി മാറിയ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇപ്പം മന്ത്രിമാരാണ്. അങ്ങനെ ചെന്ന് പെടുന്നുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ സി ദിവാകരൻ കേരളത്തിലെ പ്രമുഖനായ സീനിയർ ഒരു നേതാവാണ്, CPIയുടെ പ്രമുഖ നേതാവാണ്. അദ്ദേഹം മാധ്യമത്തോട് മലയാള മനോരമ കൂടി കേരളത്തിലെ ജനങ്ങളോട് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് എന്താണ്? ഞാൻ ലോക്കൽ MLA ആണ്. ലോക്കൽ MLA അറിയാതെ എന്ന് ചോദിക്കട്ടെ, സ്പീക്കർ ഈ അസംബ്ലിയിൽ സ്പീക്കർ തിരുവനന്തപുരത്തല്ല, കേരളം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനാണ്. കേരളത്തിൽ എവിടെയും ഒരു പരിപാടി പങ്കെടുക്കാനുള്ള അധികാരവും അവകാശവും ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആ പോകുന്ന നിയോജക മണ്ഡലത്തിൽ ആ മണ്ഡലം ആരുടെയാണ്, അവിടുത്തെ ജനപ്രതി ആരാണ്, പ്രതിപക്ഷമോ ഭരണകക്ഷി ആയിക്കോട്ടെ, ആ വ്യക്തിയോട് ഒന്ന് ചോദിക്കാനുള്ള മര്യാദയുണ്ടല്ലോ. ഇപ്പോൾ നെടുമങ്ങാട് നിയോജക മണ്ഡലമായതുകൊണ്ട് സി ദിവാകരനോട് ചോദിക്കാമല്ലോ, ഞാൻ താങ്കളുടെ നിയോജകമണ്ഡലത്താണ് പോകണം, താങ്കൾ വരുന്നില്ലേ എന്ന് ചോദിക്കാൻ വരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലും മറച്ചു വെച്ചുകൊണ്ട് ഞാൻ സംശയിക്കുന്നത് ഒരുപക്ഷെ സി ദിവാകരനെ പോലെ വളരെ വ്യക്തിത്വമുള്ള ഒരു സീനിയർ നേതാവിനോട് ചോദിച്ചാൽ പോകരുത് എന്ന് പറഞ്ഞാലോ എന്ന ഉൾഭയമുള്ളത് കൊണ്ടായിരിക്കാം ശ്രീ ശിവരാമകൃഷ്ണനോട് പോയതെന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ പറയട്ടെ, ഈ ഒരു തട്ടിൻ്റെ കാര്യത്തിൽ സുബീഷ് ഒരു തട്ടെന്ന് പറഞ്ഞല്ലോ നിസാർ, ആ തട്ടിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത്? ആ തട്ടെത്തിയിരിക്കുന്നത് പ്രതിപക്ഷം നിയമസഭയിൽ സ്പീക്കർക്ക് അവിശ്വാസം രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതാണ് ആ തട്ടിൻ്റെ പ്രാധാന്യം, അതാണ് ആ തട്ടിൻ്റെ പ്രത്യേകത. അതാണ് മറ്റൊന്ന് കിറ്റ്. ഇവിടെ ഏത് കോൺസുലേറ്റ് ആയാലും എവിടെ ഇപ്പോൾ TP ശ്രീനിവാസൻ നമ്മുടെ മലയാളിയാണ്. TP ശ്രീനിവാസൻ പ്രമുഖനായ എഴുത്തുകാരനാണ്, അംബാസഡർ, അമേരിക്ക ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ അംബാസഡറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം തന്നെ ഇന്നൊരു പ്രമുഖ ദിനപത്രത്തിൽ മനോരമയിലാണ് അദ്ദേഹം എഴുതിയ എന്താണ് തീർച്ചയായും ഒരു സംസ്ഥാനത്തെ കേന്ദ്രത്തിലെ മന്ത്രിയായാലും നേരിട്ട് കോൺസുലേറ്റുമായി ബന്ധപ്പെടുന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് തന്നെയാണ്. മാത്രമല്ല അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ, ജലീൽ പറഞ്ഞല്ലോ, ഞാൻ ഫോൺ എടുത്ത് സ്വപ്നയെ എന്നെ വിളിച്ചു, കുറേ കിറ്റ് വേണമെന്ന് പറഞ്ഞു, കിറ്റ് ഇങ്ങനെ കൊടുത്ത്. ഇതെന്താ, ഇത് നമ്മുടെ വ്യക്തിപരമായ ഒരു കാര്യമാണോ? ഇനി വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും ഒരു വിവാഹത്തിൻ്റെ കത്ത് കൊടുക്കാനാണെങ്കിൽ പോലും അതിന് ചാനലുകളുണ്ട്. ആ ചാനലിൽ കൂടി പോകുന്നതിന് പകരം സീക്രട്ടായിട്ടൊരു ഫോൺ എടുത്ത്
പരസ്പരം ഫോൺ വിളിയുടെ പേരിൽ ഇത് കൊടുത്തത് ശരിയായില്ല. അതുകൊണ്ടാണ് ബെന്നി ബെഹനാൻ UDF കൺവീനർ UDFിൻ്റെ തീരുമാനപ്രകാരം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ പ്രോട്ടോകോൾ ലംഘനം ഗൗരവമായി അറിയിക്കുന്നതിന് വേണ്ടി കത്ത് സമർപ്പിച്ചിട്ടുള്ള മറ്റ് നടപടികളും ഞങ്ങൾ സ്വീകരിക്കാൻ പോവുകയാണ്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം നിസ്സാരമായിട്ട് എടുക്കാൻ പാടില്ല. ഒന്നുകിൽ അദ്ദേഹം പിന്നെ മറ്റൊന്ന്, ഇത് ഇന്നിപ്പം പത്രത്തിൽ കണ്ടല്ലോ, ഇത് മാധ്യമങ്ങളിലൂടെ വന്നല്ലോ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എല്ലാവരും ഒരുപാട് പറഞ്ഞില്ലേ, മാധ്യമങ്ങളിലൂടെ വന്നല്ലോ. LDFിൻ്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലും പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ ഈ പേഴ്സണൽ സ്റ്റാഫിനെ വിളിച്ച് അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയും. ഈ പാവപ്പെട്ട പേഴ്സണൽ സ്റ്റാഫിനെയാണോ വിളിക്കേണ്ടത്? അല്ലല്ലോ, മന്ത്രിമാരെയാണ് വിളിക്കേണ്ടത്. മന്ത്രിമാരാണ് യഥാർത്ഥത്തിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിരിക്കുന്നത്. മന്ത്രിമാരെയൊക്കെയാണ് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടത്. ഇത് സംഗതി ഇതിപ്പോൾ സ്വർണ്ണക്കടത്തിൽ നിന്നാണ് തുടങ്ങിയത്. ആ സ്വർണ്ണക്കടത്ത് നേരിട്ട് എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. മാത്രമല്ല, 2 പ്രധാന ഹെഡ്ക്വാർട്ടേഴ്സുകളാണ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശ്രീ പന്തളം സുധാകരൻ, ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി മന്ത്രി KT ജലീലിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി മന്ത്രി KT ജലീലിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അല്ല, ഈ സ്വർണ്ണം എന്നാണല്ലോ തുടങ്ങിയത്. ഇനിയിപ്പോൾ അത് അന്വേഷിക്കട്ടെ. ഒരു മഞ്ഞുമലയുടെ അറ്റമല്ലേ നമ്മൾ കണ്ടുള്ളൂ. ഈ മുഖ്യമന്ത്രി പറഞ്ഞാലും ബ്രേക്ക് ദ ചെയിൻ അല്ലേ, ആ ചെയിൻ നമ്മൾക്ക് മുറിക്കാം. ഈ ഗോൾഡ് ചെയിൻ മുറിക്കുമ്പോൾ നമുക്കറിയാം ഈ ചെയിനിൻ്റെ അറ്റത്ത് ആരൊക്കെ കയറി തൂങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പം സ്വപ്നയുമായി ജലീൽ എന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വ്യക്തിപരമായ അടുപ്പമുണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിൽ ഈ സ്ത്രീ ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് എങ്ങനെ അറിയാൻ കഴിയും? അതുപോലെ സ്പീക്കറുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ട്. സ്പീക്കർ പറഞ്ഞ എന്താണ്, നയതന്ത്ര പ്രതിനിധി എന്നാണ് പറഞ്ഞത്. നയതന്ത്ര പ്രതിനിധി. ആ നയതന്ത്ര പ്രതിനിധിയുമായിട്ട് ഈ സ്ത്രീക്ക് ബന്ധമുണ്ടെങ്കിൽ ആ സ്ത്രീ ഏതൊക്കെ തരത്തിൽ ഇവരുടെയൊക്കെ ബന്ധങ്ങൾ, ഇവരുടെയൊക്കെ ഔദ്യോഗിക ബന്ധങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ട് അന്വേഷിക്കട്ടെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് NIA കൂടാതെ CBI കൂടി അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ. അല്ലാതെ ഞങ്ങൾ ഇന്നയാൾ ആരോപിച്ച് സ്വർണം കടത്തിൽ അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്ന സ്വപ്നയാണെങ്കിൽ ആ സ്വപ്നയൊക്കെ എല്ലാ സഹായം ചെയ്തു കൊടുത്തിരിക്കുന്നത് ശിവശങ്കറാണ്. ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ആ പ്രിൻസിപ്പൽ സെക്രട്ടറി അങ്ങേയറ്റം സംരക്ഷിക്കുന്നത് പാർട്ടി പറഞ്ഞിട്ട് പോലും LDF പറഞ്ഞിട്ട് പോലും സംരക്ഷിച്ചത് തീർച്ചയായും മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയത്തിൻ്റെ നിഴലിൽ ഞങ്ങൾ നിർത്തുന്നത്. അത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഇന്നും ഇപ്പോൾ എന്നെ അന്വേഷിക്കുമ്പോൾ പല ഊഹാപോഹങ്ങൾ, ഞാൻ ഊഹാപോഹങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന ആളല്ല, പറഞ്ഞു കേട്ട് വരുന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ. ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ, ഇന്നിപ്പം ദേശാഭിമാനി എഴുതിയിട്ടുണ്ട്, ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത് കൈരളിയും പറഞ്ഞു ഞങ്ങൾ LDF ആണെന്ന് പറഞ്ഞു. എന്തൊരു 4-5 വർഷം 2-3 വർഷം മുമ്പ് നടന്ന കേസിന്റെ ഇപ്പൊ FIR രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞ് ഇത്ര ഗതികേട് ഒരു ആഭ്യന്തര വകുപ്പിന് അല്ല. അത് തന്നെയാണ് ചിലതെല്ലാം മറച്ചു വെക്കാൻ ഈ കേസിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. 4 വർഷത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ സ്വപ്ന സുരേഷിനെ ആ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. എന്തിന് ഈ 4 വർഷം കാത്തിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടി തേടേണ്ടതുണ്ട്.